ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾക്ക് എതിരെ ചൊവ്വാഴ്ച സമരം തുടങ്ങുമെന്ന് ഓൺലൈൻ ഡ്രൈവർമാരുടെ സംഘടന. ഊബർ, ഓല, റാപ്പിഡോ, സവാരി പ്ലാറ്റ്ഫോമുകൾക്ക് എതിരെയാണ് സമരം. നിരക്ക് പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ചേർന്നത്. പ്രദീപ്, ഈ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകൾ ഉചിതമായ കൃത്യമായ കൂലി നൽകുന്നില്ല എന്ന പരാതി നേരത്തെ തന്നെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏത് നിലയിലാണ് ഇപ്പോൾ ഈ സമരം കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്? രതീഷ്, ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടാക്സി ഡ്രൈവർമാരാണ് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരുടെ വിവിധ സംഘടനകൾ ഈ ആഹ്വാനത്തിൽ അണിചേർന്നിട്ടുണ്ട്. വേതനം ഉൾപ്പെടെ കാലോചിതമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പേരിൽ സർവീസ് നടത്തുന്നുണ്ട്. അത് അനുവദിക്കാൻ പാടില്ല. അതായത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമേ ഇവിടെ ഓടാൻ അനുവദിക്കാവൂ എന്നും സംഘടന ആവശ്യപ്പെടുന്നു. അത് കൂടാതെ തന്നെ പലപ്പോഴും എല്ലാ ദിവസവും 24 മണിക്കൂറും ജോലി ചെയ്താലും കുടുംബം പോറ്റാൻ കഴിയാത്ത സാഹചര്യമാണ്. അതായത് തങ്ങൾക്ക് ലഭിക്കുന്ന വേതനം തികച്ചും അപര്യാപ്തമാണ്. അതുകൊണ്ട് ഈ വേതന വർധന അനുവദിക്കണം. കൂടാതെ വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഫീസ്, അത്തരം കാര്യങ്ങളിൽ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കണം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അതുകൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബൈക്ക് ടാക്സികൾ വ്യാപകമാവുകയാണ്. ഇത്തരത്തിൽ ബൈക്ക് ടാക്സികൾക്ക് അനുമതി നൽകരുത് എന്നും ഡ്രൈവർമാരുടെ സംഘടന ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചർച്ചകളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എങ്കിൽ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ആയിരക്കണക്കായ ആളുകൾ ഓരോ ദിവസവും ഇത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോടുന്ന ടാക്സികളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ഇവർ പണിമുടക്കിയാൽ അതും പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി മാറും. ഒരു ഓൺലൈൻ മേഖലയിലും ഒരു പണിമുടക്ക്, നേരിട്ട് പണിമുടക്ക് എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് എന്നതാണ് ഇപ്പോൾ തീരുമാനം.